ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കിടു ഐറ്റമാണ് കേട്ടോ. കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇഫ്താറിന് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കാണണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ നടു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയാണ് ഞാനിവിടെ കുനുകുന ആയിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടും അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ, കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോഴാണ് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. സവാള വാടി ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ ഈ മല്ലിയില ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒരു 2 സെക്കൻഡ് നേരം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാൻ. തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് കോഴിമുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം മതി, ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാളയും മല്ലിച്ചപ്പും വാട്ടിയതിലേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ കോഴിമുട്ട നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ, നമ്മൾ കോഴിമുട്ട ചിക്കിയതുപോലെ ഉണ്ടാവും. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതിലിട്ട് ഒരു 2-3 സെക്കൻഡ് നേരം ഇളക്കി കൊടുത്താൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ചാട്ട് മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചാട്ട് മസാലപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പാണ് കേട്ടോ ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നത് വരെ വേണം നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം, ചൂടാറാൻ വെക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു 4-5 ബ്രെഡ് എടുത്തിട്ട് ഒന്നിട്ട് പൊടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് പൊടിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. താറാമുട്ട ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിതിലേക്ക് താറാമുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടക്കൂട്ട് എടുക്കാം. മുട്ടക്കൂട്ട് മീഡിയം ചൂട് മാത്രമേ ഉള്ളൂ. ഈ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ച് ഉരുളകളാക്കി എടുക്കാം. കൈ വെച്ച് ഇതുപോലെ ഓരോ ഉരുളകൾ ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഉരുട്ടിയാൽ തന്നെ നമുക്ക് കിട്ടും. ഈ കോഴിമുട്ടയുടെ ഉണ്ണിയൊക്കെ ഉള്ളതിനാൽ ഉരുളൻകിഴങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ താറാമുട്ടയുടെ മിക്സിയിലേക്ക് നമുക്കിതൊന്ന് മുക്കി എടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് എടുത്തിട്ട് ഇതൊന്ന് ഓരോ ഉരുളകളും ഇതുപോലെ ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുത്ത് ഈ താറാമുട്ടയുടെ കൂട്ടിൽ മുക്കി വീണ്ടും ബ്രെഡ് പൊടിയിൽ മുക്കി എല്ലാ ഉരുളകളും ഇതുപോലെ ഉരുട്ടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ അംഗങ്ങൾ കുറവായതിനാൽ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അംഗങ്ങൾക്കനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള
വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കിലോ വെളിച്ചെണ്ണ നിങ്ങളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച നമ്മുടെ ഈ ബോളുകൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എൻ്റെ വെളിച്ചെണ്ണയിൽ കുറച്ച് ഓയിലും കൂടി മിക്സായി പോയിട്ടുണ്ട്. ഓയിലും വെളിച്ചെണ്ണയും കൂടി മിക്സായതിനാലാണ് ഈ പത പോലെ വന്നിരിക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ഓയിൽ മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കട്ട്ലറ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഇതും ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് കോരി മാറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നോമ്പ് തുറക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടു ഐറ്റം റെസിപ്പി. എഗ്ഗ് ബോൾ കട്ട്ലറ്റ് എന്നാണ് ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.